നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ, ഒരു വിശകലനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും എന്ന്. വരും ദിവസങ്ങളിൽ അത് നമുക്ക് കൂടുതൽ വ്യക്തമാകും. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് ഇന്നലെ വെള്ളിയാഴ്ചയാണ്. വ്യാഴാഴ്ച വൈകിട്ട് തന്നെ ആദ്യത്തെ വെടി പൊട്ടി. അത് കോൺഗ്രസിനുള്ളിൽ നിന്നാണ് ആ വെടി പൊട്ടിയത്. മറ്റാരുമല്ല അത് പൊട്ടിച്ചത്. പതിവ് പോലെ ഡോക്ടർ ശശി തരൂർ MP ആണ് ആ വെടി പൊട്ടിച്ചത്. അദ്ദേഹം വ്യാഴാഴ്ച ജ്യോതി കോമറെഡ്ഡി സ്മാരക പ്രഭാഷണം നടത്തുന്നതിനിടയ്ക്കാണ് ആ വെടി പൊട്ടിച്ചത്. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് ഇപ്പോൾ ഇടതു പാർട്ടികളെ കണ്ടു പഠിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ആദർശം ഇപ്പോൾ മാർക്സിസമായി മാറിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം മാർക്സിസം എന്ന വാക്ക് ഉപയോഗിച്ചില്ല, പക്ഷെ ലെഫ്റ്റിസ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചു. ലെഫ്റ്റിസ്റ്റ് പൊളിറ്റിക്സ് കോൺഗ്രസ് അഡോപ്റ്റ് ചെയ്യുകയാണ് എന്നാണ് ശശി തരൂർ ഭംഗ്യന്തരേണ പറഞ്ഞു വെച്ചത്. ഇത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു നയവ്യതിയാനമാണ് കോൺഗ്രസിനുള്ളിൽ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അദ്ദേഹം പറഞ്ഞു, 91-ൽ നരസിംഹറാവു അധികാരത്തിൽ വന്നപ്പോൾ എടുത്ത് ദൂരെ കളഞ്ഞ ഒരു സാധനമുണ്ട്. അത് നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട പദ്ധതിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ രാജ്യത്ത് നിക്ഷേപ സൗഹൃദമാക്കി വൻ വ്യവസായങ്ങൾ കൊണ്ടുവന്ന് ഇന്നിപ്പോൾ ചൈനയൊക്കെ ചെയ്യുന്നത് പോലെ വലിയ വലിയ വ്യവസായ ഭീമന്മാരെ വളർത്തി തൊഴിൽ ക്ഷാമം പരിഹരിക്കാൻ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടുന്ന ഒരു നയം അങ്ങനെ ഒന്ന് സ്വീകരിക്കുന്നതിന് പകരം രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പകുതി സർക്കാർ ഷെയർ, ബാക്കി പകുതി സ്വകാര്യ മേഖല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ കുഴപ്പങ്ങളുണ്ടാക്കി. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതിൻ്റെ അനന്തരഫലം നമ്മൾ അനുഭവിച്ചു. ടൺ കണക്കിന് സ്വർണ്ണമാണ് കൊണ്ട് വിദേശത്തെ ബാങ്കുകളിൽ പണയം വയ്ക്കേണ്ടി വന്നത്. ഇവിടെ ദൈനംദിന ചെലവുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ട്രഷറി പൂട്ടുന്ന അവസ്ഥ വരെ എത്തി 91-ൽ നരസിംഹറാവു അധികാരത്തിൽ കയറുമ്പോൾ. എന്തായാലും നരസിംഹറാവുവും അദ്ദേഹത്തിൻ്റെ ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും ചേർന്ന് വലിയ സാമ്പത്തിക വിപ്ലവത്തിനാണ് ഇന്ത്യയിൽ തിരികൊളുത്തിയത്. അതാണ് ഡോക്ടർ ശശി തരൂർ പറഞ്ഞത്. എന്തായാലും അന്ന് തുടങ്ങി 2009 വരെ, 2009-ലെ സർക്കാർ 2013-14 പോകുന്നത് വരെ ആ സർക്കാർ പിന്തുടർന്ന, ആ സർക്കാരുകൾ പിന്തുടർന്ന, നമുക്കറിയാം അദ്ദേഹത്തിന് ശേഷം, നരസിംഹറാവുവിന് ശേഷം ഒരു കേവലം 13 ദിവസം AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്നു. ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് അവർ പോയി. അത് കഴിഞ്ഞ് ജനതാദളിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പിന്തുണയോടുകൂടി ഒരു സർക്കാർ വന്നു, ദേവഗൗഡ സർക്കാർ. അത് കുറച്ചുനാൾ നിന്നതിന് ശേഷം അതും പോയി. ദേവഗൗഡയ്ക്ക് പകരം ഗുജറാളിനെ, IK ഗുജറാളിനെ പ്രധാനമന്ത്രിയാക്കി. പക്ഷേ അവിടെയും നിന്നില്ല, അതും പൊളിഞ്ഞു. അതിനുശേഷം വന്നത് വാജ്പേയിയുടെ ഭരണമാണ്. വാജ്പേയി ഏതാണ്ട് 2004 വരെ തുടർച്ചയായിട്ട് ഭരിച്ചു. 2 തെരഞ്ഞെടുപ്പുകൾ നടന്നു. പക്ഷേ വാജ്പേയിക്ക് ശേഷം ഡോക്ടർ മൻമോഹൻ സിംഗ് 2004-ൽ പ്രധാനമന്ത്രിയായി, 2009-ലും അദ്ദേഹം പ്രധാനമന്ത്രിയായി. ഈ കാലയളവിലെല്ലാം 91-ൽ നരസിംഹറാവു തുടങ്ങി വച്ച സാമ്പത്തിക പരിഷ്കരണത്തെ സർക്കാർ പിന്തുടർന്നു. കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടി, വളരെ ആർജവത്തോടുകൂടി വാജ്പേയി സർക്കാരും മുന്നോട്ട് പോയി. അവർ ഒരു വെള്ളം ചേർക്കലും ആ കാര്യത്തിൽ നടത്തിയില്ല. ഇതാണ് തരൂർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ആ സാമ്പത്തിക പരിഷ്കരണത്തെയും ആ സാമ്പത്തിക നയവ്യതിയാനത്തെയും ഇന്ന് കോൺഗ്രസ് അനുകൂലിക്കുന്നില്ല. പകരം കോൺഗ്രസ് ഇടതുപക്ഷം പറയുന്ന പിന്തിരിപ്പൻ, ഈ തത്വദീക്ഷയില്ലാത്ത, പ്രത്യയശാസ്ത്രപരമായ, എന്താ പറയുക, വരണ്ടുണങ്ങിയ ആ പഴയ സിദ്ധാന്തമുണ്ടല്ലോ, ലോകം മുഴുവനും കമ്മ്യൂണിസവും മാർക്സിസവും വ്യാപിക്കുമെന്ന് പറയുന്ന ആ സിദ്ധാന്തമുണ്ടല്ലോ, അതിനെ ഇങ്ങനെ അത് പുതിയ രീതിയിൽ കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി മേക്കപ്പൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അതിന് ചുവട് പിടിച്ച് കോൺഗ്രസും പോവുകയാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ നാശത്തിന് കാരണം. കോൺഗ്രസ് കൂടുതൽ ലെഫ്റ്റിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, ഇടതുപക്ഷത്തേക്ക് ചായ്ഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ചായ്വ് കോൺഗ്രസിനെ നശിപ്പിച്ചു എന്നാണ് ശശി തരൂർ പറയുന്നത്. വളരെ ശരിയാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള പാർട്ടിയാണ്, ദേശീയ പാർട്ടിയാണ്, ഒരു വലതുപക്ഷ പാർട്ടിയാണ്. ആ വലതുപക്ഷ പാർട്ടിയെ, ദേശീയ പാർട്ടിയെ ഒന്നും അല്ലാതാക്കിയത് ഈ നയവ്യതിയാനമാണ്.
തരൂർ ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ്. ഈ മാർക്സിസ്റ്റുകാരെ കണ്ട് പഠിച്ച് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ, ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം എന്നും കോൺഗ്രസ്സിൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തു കൂട്ടിയത് മുഴുവനും കോൺഗ്രസ്സിന് വലിയ പാരയായി മാറി. കോൺഗ്രസിൻ്റെ ദേശീയവാദവും കോൺഗ്രസിൻ്റെ പാൻ ഇന്ത്യൻ സ്വഭാവവും ഒക്കെ BJP മൊത്തമായും ഇങ്ങെടുത്തു. അതിലൂടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഒരു ദേശീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP ആണ്, ഒരു പാൻ ഇന്ത്യൻ പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP ആണ്. ഒപ്പം ഹിന്ദുത്വ ഐഡിയോളജി വളരെ ഭംഗിയായി, വളരെ മനോഹരമായി BJP നടപ്പാക്കാനും തുടങ്ങി. അതോടുകൂടി അവർ പറഞ്ഞതിൽ ഉറച്ചു നിന്നു. അതവരുടെ രാഷ്ട്രീയമാണ്. അവർക്ക് കയ്യടിയാണ് കൊടുക്കേണ്ടത്. BJP അവർക്ക് നയവ്യതിയാനമൊന്നും വരുത്താൻ അവർ തയ്യാറായില്ല. അവർ അതിലൂടെ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ജനം അവരെ കൂടുതൽ വിശ്വസിച്ചു. ജനം അവർക്ക് കൂടുതൽ വോട്ട് ചെയ്യുന്നു, അവരെ വിജയിപ്പിക്കുന്നു. കോൺഗ്രസ് ആകട്ടെ ഉള്ള നയം കളഞ്ഞ്, ഉള്ള പ്രത്യയശാസ്ത്രം കളഞ്ഞ്, ഉള്ള പാരമ്പര്യം കളഞ്ഞ് ഈ ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൂടി. 2004 ഇടതുപക്ഷം പിന്തുണയ്ക്കാൻ വന്നപ്പോൾ സംഭവിച്ചത് ഇതൊക്കെയാണ്. കോൺഗ്രസിനുള്ളിലെ ഒരുപാട് പേർക്ക് ഈ ഇടതു സ്വഭാവം അങ്ങ് പകർച്ചവ്യാധി പോലെ പടർന്നു. ആ പടർന്നതിൻ്റെ ഫലമാണ് ഇന്ന് കോൺഗ്രസ് ഒന്നും അല്ലാതായ ഉപ്പുവച്ച കലം പോലെയായി തീർന്നത്. ഇതാണ് തരൂർ അവിടെ ചൂണ്ടിക്കാട്ടിയത് തൻ്റെ പ്രഭാഷണത്തിൽ. അദ്ദേഹം BJPയെയും വിമർശിച്ചു, ഒക്കെ ശരിയാണ്. ഇവിടെ ഒരു ചോദ്യം സ്ഥിരമായിട്ട് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്, BJPയിലേക്ക് പോകുന്നെങ്കിൽ അങ്ങ് പൊക്കോളൂ, തരൂർ എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, തരൂരിന് എല്ലാം കൊടുത്തത് കോൺഗ്രസ് ആണ്, എന്നിട്ടും തരൂർ നന്ദികേട് കാണിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ തരൂർ നന്ദികേട് കാണിക്കുകയല്ല, കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അത് പക്ഷേ ഈ സ്തുതിപാഠകരായ കാലുനക്കികളായ കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലാകുന്നില്ല. അവർ അത് തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. പകരം അവർ സ്തുതിപാടൽ തുടരുകയാണ്. ഈ കാലുനക്കിയും സ്തുതി പാടിയും രാഹുൽ ഗാന്ധിയെ ഒരു വലിയ സംഭവമാക്കി ഇങ്ങനെ നിലനിർത്തിയാൽ കോൺഗ്രസ്സിന് പുതുജീവൻ കിട്ടുമെന്നും കോൺഗ്രസ് തിരിച്ചു വരുമെന്നും ഒക്കെയുള്ള മൂഢവിശ്വാസത്തിലാണ്, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നത്തിലാണ് കോൺഗ്രസ് അണികൾ ഏറിയ കൂറും. അതുകൊണ്ടുകൂടിയാണ് തരൂർ ഇക്കാര്യം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ശരിയല്ല, കോൺഗ്രസ് അതിൻ്റെ സ്വത്വത്തിലേക്ക് മടങ്ങിപ്പോകണം. അങ്ങനെ മടങ്ങിപ്പോയി BJPയേക്കാൾ വലിയ ദേശീയവാദിയായി, BJPയേക്കാൾ വലിയ പാൻ ഇന്ത്യൻ പാർട്ടിയായി കോൺഗ്രസ് നിലകൊള്ളണം. എങ്കിലേ വിശ്വാസം, ജനങ്ങളർപ്പിച്ച വിശ്വാസം തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ. ഇതാണ് ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നത്. അത് ചൂണ്ടിക്കാട്ടുമ്പോൾ അദ്ദേഹത്തെ BJPക്കാരനും ഹിന്ദുത്വവാദിയും കോൺഗ്രസ് വിരുദ്ധനുമൊക്കെ ആക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. എങ്ങനെയെങ്കിലും ശശി തരൂരിനെ ചവിട്ടി പുറത്താക്കിയാൽ അദ്ദേഹം ഇന്ന് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണോ അദ്ദേഹം വിജയിച്ചു വന്നത്, ആ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു സീറ്റ് ഒഴിഞ്ഞു കിട്ടും. ഇത് ലക്ഷ്യമിട്ട് പലരും, ഇന്നത്തെ പല നേതാക്കളും രാപകൽ വെള്ളം കോരുന്നുണ്ട്, വിറക് വെട്ടുന്നുണ്ട്. അതൊരു സത്യമാണ്. അവരുടെ വിമർശനങ്ങളാണ് തരൂരിനെതിരെ ഉയരുന്നത്. ഒരു പക്ഷേ നിവർത്തികെട്ട് തരൂർ അവസാനം BJPയിലേക്ക് പോയേക്കാം. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇനി ഒരു തവണ കൂടെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് പ്രായം ഇപ്പോൾ 70 ആകുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം ഇനി ഒരു തവണ കൂടെ കോൺഗ്രസ് ടിക്കറ്റിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പല വിധത്തിലും അതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തായാലും വളരെ ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. ഈ ശശി തരൂരിനെ പോലെയുള്ള പരിണിതപ്രജ്ഞരായ നേതാക്കളെ, ലോകം അറിയുന്ന, ലോകം എന്താണെന്ന് മനസ്സിലാക്കിയ, ലോകം കണ്ട നേതാക്കളെ കോൺഗ്രസ്സിന് വേണ്ട. ശശി തരൂരിൻ്റെ കാര്യം മാത്രമല്ല, ഗുലാം നബി ആസാദ് എവിടെ പോയി? അതുപോലെ നൂറുകണക്കിന്, അഹമ്മദ് പട്ടേലും മരിച്ചുപോയി. പക്ഷേ ഈ അഹമ്മദ് പട്ടേലും ഗുലാം നബി ആസാദും ഒക്കെ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന കാലത്ത് BJPക്ക് നേരെ വലിയ വെല്ലുവിളി രാഷ്ട്രീയമായിട്ട് ഉയർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അവർ ആ രീതിയിൽ, ഇപ്പോൾ ഗുലാം നബി ആസാദ് രാഷ്ട്രീയം നിർത്തി വീട്ടിലിരിക്കുകയാണ്. അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിലാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ BJPയിലേക്ക് പോകാം. അവിടെ BJPയുടെ ഭാഗമായാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ കാശ്മീർ പിടിക്കാൻ സാധിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരിലെ BJPയുടെ മുഖ്യമന്ത്രി അദ്ദേഹമായിരിക്കും.
പക്ഷെ അദ്ദേഹം അതിന് തുനിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ BJP-യിലേക്ക് പോയി ഒരു കേന്ദ്രമന്ത്രിയോ ഒക്കെ ആയിട്ടിരിക്കാം, പക്ഷെ അതിനൊന്നും അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം ഇന്നും കോൺഗ്രസ്സുകാരനായി തുടരുന്നു. ഇത് തിരിച്ചറിയാനുള്ള കഴിവ് കോൺഗ്രസ്സുകാർക്കില്ല. ഇതാണ് ബീഹാറിൽ കോൺഗ്രസിനെ വാരി നിലത്തടിച്ചത്, മറ്റൊന്നുമല്ല. തരൂർ ഈ പറയുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും കോൺഗ്രസ് കേൾക്കാൻ തയ്യാറായാൽ, കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധിക്കാൻ തയ്യാറായാൽ, കേരളത്തിലെ നേതാക്കൾ പ്രത്യേകിച്ചും, അവരെയാണ് ഈ ഇടതുബാധ വല്ലാണ്ട് പിടികൂടിയിരിക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. അത് അവർ മനസ്സിലാക്കിയാൽ വരാൻ പോകുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെങ്കിലും അവർക്ക് കൊള്ളാം. അതിൽ കൂടുതലായിട്ട് മറ്റൊന്നും നമുക്ക് പറയാനില്ല. തരൂർ ചൂണ്ടിക്കാണിച്ച സത്യങ്ങൾ സത്യങ്ങളായിട്ട് തന്നെ അവിടെ നിലകൊള്ളുന്നു. അതിനെ നിഷേധിക്കാനോ നിരാകരിക്കാനോ ഒരു കോൺഗ്രസ്സുകാരനും രാഷ്ട്രീയമായോ സൈദ്ധാന്തികമായോ സാധിക്കില്ല എന്ന് തീർച്ചയാണ്. കാരണം അത്ര വലിയ വസ്തുതയാണ് തരൂർ ചൂണ്ടിക്കാട്ടിയത്.